വോയിസ് ക്ലിയർ ആണോ? ആരെങ്കിലും ഒന്ന് വോയിസിലോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് മറുപടി തരണേ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. العاقبة للمتقين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറെ സ്നേഹം നിറഞ്ഞ ബ്രൈറ്റ് അക്കാദമിയിലെ പഠിതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് അറബി സെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനത്തിലാണ് നമ്മൾ ഓരോരുത്തരുള്ളത്. കഴിഞ്ഞ ഒരു സെഷനിൽ നമ്മൾ എന്താണ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനം ബേസിക്സ് ഓഫ് അറബിക് അഥവാ അസ്ലുൽ ലുഗത്തുൽ അറബിയ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കി പത്രം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് കുറച്ച് ഭാഗങ്ങളെ കൊണ്ട് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഇതിനകം നിങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കാണ്. നമുക്ക് കുറെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ജാഹിലിയ കാലഘട്ടം അതിന്റെ തുടക്കം മാത്രമാണ്. അതിനുശേഷം പിന്നീട് കുറെ അധിക കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളിലേക്ക് കടന്നു പോകാം എന്ന് വിചാരിക്കാം. ഓക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പൊ ജാഹിലിയ കാലഘട്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തന്നെ പറഞ്ഞതാണ്. ഇസ്ലാമിക കടന്നുവരവിന് മുമ്പുള്ള 180 വർഷക്കാലത്തെ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ജാഹിലിയ കാലഘട്ടം എന്ന് പറയാറുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിൽ തുടങ്ങി ആധുനിക കാലഘട്ടം വരെ നീണ്ടു നിൽക്കുന്ന 6-7 കാലഘട്ടം ഉള്ള ഒരു സാഹിത്യ അല്ലെങ്കിൽ ആ ഒരു നീണ്ട കാലഘട്ടത്തെയാണ് നമ്മൾ ജാഹിലിയ എന്താണ് അറബി സാഹിത്യത്തിന്റെ കാലഘട്ടം എന്ന് പറയാം. ജാഹിലിയ കാലഘട്ടം, ഇസ്ലാമി കാലഘട്ടം, അമവി, അബ്ബാസി, അതേപോലെ തന്നെ മിഡിൽ, പിന്നെ സ്പെയിൻ, മഹ്ജർ, അതേപോലെ ആധുനിക കാലഘട്ടം, കണ്ടംപററി അറബ് ലിറ്ററേച്ചർ, അങ്ങനെ തുടങ്ങി വളരെ വലിയ മേഖലകളാൽ വിശാലമായ ചർച്ചയാണ് അറബി സാഹിത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലെ ജാഹിലിയ കാലഘട്ടമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കായി വിധേയമാക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ചില ചോദ്യങ്ങളിലൂടെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ് കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെയും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനായിട്ട് ശ്രമിക്കണം. കമന്റ് ബോക്സ് ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. നമുക്കത് ചർച്ച ചെയ്ത് തന്നെ ഇൻഷാ അല്ലാഹ് അത് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കാം. പ്രവാചകന്റെ നുബുവത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ എന്താണ് പറയാറുള്ളത്? അൽ അസ്റുൽ ഉസ്മാനി, ഉസ്മാനി കാലഘട്ടം എന്നാണ്. അൽ അസ്റുൽ ജാഹിലി, അൽ അസ്റുൽ ഇസ്ലാമി, അൽ അസ്റുൽ അബ്ബാസി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ആരും തെറ്റിക്കരുത്. യെസ്, ജാഹിലിയ കാലഘട്ടം എന്നുള്ളതാണ് ഒന്നാമത്തെ കാലഘട്ടമാണ് ജാഹിലിയ കാലഘട്ടം. ഇൻഷാ അല്ലാഹ് സ്ക്രീന് മാറുന്നുണ്ടോ? സ്ക്രീന് മാറുന്നുണ്ടോ? ഉണ്ടല്ലോ. ഒരു മിനിറ്റ്. കേൾക്കാന്ന് വിചാരിക്കാണ്. കേൾക്കാന്ന് വിചാരിക്കാണ് അല്ലെ? ഓക്കെ അല്ലേ? വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ജാഹിലിയ കാലഘട്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്താണ് പ്രവാചക ലബ്ധിക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്.
നമ്മുടെ ഓരോ കാലഘട്ടങ്ങളും എന്താണെന്നുള്ളത് നോട്ട് ടെലഗ്രാമിൽ അയച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇസ്ലാമിക കാലഘട്ടം എന്ന് പറയുന്നത് പ്രവാചക ലബ്ധി മുതൽ, അതായത് AD 610 മുതൽ 132 ഹിജറ അഥവാ AD 661 വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഇസ്ലാമിക കാലഘട്ടം എന്ന് പറയുന്നത്. അബ്ബാസി കാലഘട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 656 ഹിജറ മുതൽ 1258 വരെയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പം ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ഹിജറ 132 മുതൽ 61 മുതൽ 132 ഹിജറ വരെയുള്ള ഒരു കാലഘട്ടമാണ്. 661 മുതൽ 750 വരെയുള്ള ഒരു കാലഘട്ടമാണ് അമവി കാലഘട്ടം എന്ന് പറയാം. അബ്ബാസി കാലഘട്ടം 750 മുതൽ 1258 വരെയാണ്. ഇനി 1258 മുതൽ 1798 വരെയുള്ള ഒരു കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്നത് അസ്ർ തുർക്കി അല്ലെങ്കിൽ അസ്റുൽ ഇൻഹിതാത്ത് എന്ന് പറയാറുണ്ട്. എന്നാൽ അസ്റുൽ ഹദീസ് എന്ന് പറയാറുള്ളത് 1798 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രഞ്ച് നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ എന്തായിരുന്നുണ്ട് നേതൃത്വത്തില് ഈജിപ്ത് ആക്രമിക്കുന്നതോടു കൂടിയാണ് ആധുനിക കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. കാലത്ത് കബായില് തഹ്തഫിൽ ഇദാ ഉലിദ ഫിഹ. ഇനി ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവികൾക്കിടയിലേക്ക് അല്ലെങ്കിൽ കബീലക്കാർക്കിടയിലേക്ക് ഒരു താഴെ പറയപ്പെട്ടെന്നവരിൽ ആരോ ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ വലിയ ആഘോഷങ്ങൾ അവർ നടത്തുമായിരുന്നു. അത് എഴുത്തുകാർ ജനിക്കുമ്പോഴാണോ, ഒരു കുതിരപ്പടയാളി ജനിക്കുന്ന സമയത്താണോ, പ്രാസംഗികൻ ജനിക്കുന്ന സമയത്താണോ, കവി ജനിക്കുന്ന സമയത്താണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ഉണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലെഫ്റ്റ് അടിച്ചൊന്ന് വിജയം ചെയ്തോ കേട്ടോ. അപ്പം അതായത് ഒരു കവി ജനിക്കുന്ന സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ കുഴപ്പമില്ല അടിച്ചത്. അപ്പോ ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കവി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ വലിയ സന്തോഷമായിരുന്നു എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ ഇപ്പോ നമ്മള് ഇപ്പം അംർ ബിൻ കുൽസൂമിനെയും ഹാരിസ് ബിൻ ഹിന്ദിസയെ കുറിച്ച് പറയാറുണ്ട്. അവരൊക്കെ ആ കബീലയിലുള്ള ഒരു ബത്തിലായി തന്നെ അവര് അവതരിപ്പിക്കുമായിരുന്നു. അപ്പൊ അത്രയേറെ എന്ത് ചെയ്തിട്ടുണ്ട്, ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവികൾക്ക് വളരെ വലിയ പ്രാധാന്യം എന്ത് ചെയ്തിട്ടുണ്ട്, അവർ നൽകിയിരുന്നു എന്നുള്ളതാണ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വായിക്കുകയും ശരിയായതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യണം. ഏറ്റവും പരിഗണിക്കുന്നു മാറു നക്കാഷ് എന്ന് പറയുന്ന ആളെ അറബ് ലോകത്തിലുള്ള എന്താണ് ആധുനിക നാടകത്തിന്റെ പിതാവ് എന്ന അർത്ഥത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഖലീൽ ബിൻ അഹ്മദ് അറബിയ എല്ലാ അറബ് കാവ്യങ്ങളുടെയും ബഹറുകൾ വെച്ചിട്ടുള്ളതാരാണ്? ഖലീൽ ബിൻ അഹ്മദ് ആണ്. കഅബ് ബിൻ സുഹൈർ ഷാഇറൻ അബ്ബാസി കവിയാണെന്ത് കഅബ് ബിൻ സുഹൈർ. അറിയപ്പെട്ടു ബഅദ ഖസായിദ് സുഹൈർ ബിൻ അബി സലമ ബിൽ ഹൗലിയാത്ത് എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, സുഹൈർ ബിൻ അബി സലമയുടെ ചില കവിതകൾ അറിയപ്പെട്ടത്. ഇതിന്റെ അകത്ത് ശരിയായത് തിരഞ്ഞെടുക്കുക. 1 മാത്രമാണോ, 2 മാത്രമാണോ, 4 മാത്രമാണോ, 1 4 ആണോ? ഇപ്പൊ വോയിസ് ക്ലിയർ ആണോ? ഓക്കെ. യെസ്, 1 4 ഓപ്ഷൻ അലിഫ് വ 5 ഇസ് റൈറ്റ് ആൻസർ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ പറയാനുള്ളത് ആധുനിക കാലഘട്ടത്തിലാണ് നാടകം വരുന്നത്. മൊളേറ എന്ന് പറയുന്ന ഫ്രഞ്ച് നാടകകൃത്തായിട്ടുള്ള മൊളേറയുടെ നാടകങ്ങളെ ആകർഷ്ടരായിക്കൊണ്ടാണ് മാറു നക്കാഷ് എന്ത് ചെയ്യുന്നത്, അറബ് ലോകത്തിലേക്ക് നാടകം കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ 1848 ലെബനോണില്
അദ്ദേഹം തുടങ്ങി വെച്ച അൽ ബഖീൽ എന്ന് പറയുന്ന നാടകമാണ് അറബ് ലോകത്തെ ആദ്യ നാടകമായി പരിഗണിക്കപ്പെടുന്നത്. അത് തന്നെയാണ് ആദ്യ നാടകം എന്ന് പറയുന്നത്. എന്നാൽ 2024 നടന്നിട്ടുള്ള ഒരു കേട്ടറ്റ് പരീക്ഷ, 2024-23 അതിന്റെ അകത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അൽ ഉബാഅത്തു തൊബീല, അൽ അബാഅത്തു തൊബീല ലി മാറൂൻ നക്കാഷ്, മാറൂൻ നക്കാഷിന്റെ അൽ അബാഅത്തു തൊബീല എന്ന് പറയുന്ന നാടകത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ അറബ് നാടകം എന്നും എന്ത് ചെയ്തിട്ടുണ്ട്, മസ്രഹിയ എന്നും ഒരു ഓപ്ഷനിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ രണ്ടാമത് ശരിയായി വരുന്നത്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കാരണം ഖലീൽ ബിൻ അഹമ്മദ് വാദിഅൻ ലി ജമീഇൽ ബുഖൂരി ശഅരിയ്യ അറബിയ, അറബ് കാവ്യങ്ങളുടെ ബഹറുകളെല്ലാം വെച്ചിട്ടുള്ളത് ഖലീൽ ബിൻ അഹമ്മദ് ആണ് എന്നുള്ളതാണ്. ഏകദേശം 16 മീറ്റേഴ്സുകളാണ്, 16 ബഹറുകളാണ് അറബ് കവിതകൾക്കുള്ളത്. അതിലെല്ലാം എന്താണ്, ഖലീൽ ബിൻ അഹമ്മദിന്റെ സംഭാവനയാണോ? അല്ല, ഒന്നാം പ്രൊഫഷനാണ്. പകരം അവസാനത്തെ ഒന്ന് ഹൽ ഹുബൻ എന്ന് പറയുന്ന ബഹർ കണ്ടെത്തുന്നത് ആരാണ്? അത് ഖലീൽ ബിൻ അഹമ്മദ് ആണ്. സോറി, അഖ്ഫഷാണ്. ഇനി കാന കഅബ് ബിൻ സുഹൈർ ഷാരൻ അബ്ബാസിൻ, അബ്ബാസി കവിയാണ് കഅബ് ബിൻ സുഹൈർ. അല്ല, അദ്ദേഹം ജാഹിലി കവിയാണ് കഅബ് ബിൻ സുഹൈർ. ജാഹിലിയ കാലഘട്ടത്തിലെയും ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന ഒരു കവിയായത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മുഖ്ലറമിയ കവി എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത്. മിൻ ഖസായിസി ശിഅറുൽ ജാഹിലി, ജാഹിലി കവിതകളുടെ പ്രത്യേകത എന്താണ്? തസവുഫാണോ, അത്തൗബയാണോ, അൽ ബിസാത്തത്താണോ? ലാ ശരി. അൽ ബിസാത്തയാണ് സിംപ്ലിസിറ്റി എന്ന് പറയാറുണ്ട്. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. അൽ ബിസാത്ത് അഥവാ സിംപിൾസിറ്റി എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകൾക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമ്മൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ഓക്കെ, അൽ ബിസാത്ത് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഒരുപാട് കബീലയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്നൊക്കെ തുടങ്ങി ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ്. കില്ലത്തുൽ മുബാല, അതായത് അതിശയോക്തിയുടെ കുറവ് എന്ന് പറയുന്നത് എന്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്? കില്ലത്തുൽ മുബാലാത്ത്, മുബാല എന്ന് വെച്ച് കഴിഞ്ഞാല് കവിതയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിശയോക്തി നിറഞ്ഞ രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ കുറവ് സംഭവിക്കുന്നത് എവിടെയാണ്? ഉസ്മാനി കവിതകളിലായിരുന്നോ, അബ്ബാസി കവിതകളിലായിരുന്നോ, ഉമവി കവിതകളിലായിരുന്നോ, ജാഹിലി കവിതകളിലായിരുന്നോ? ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നുകൂടി പറയോ? ഏതാണ്, നേരത്തെ ആണോ? അൽ ബിസാത്ത് അഥവാ സിംപ്ലിസിറ്റി എന്ന്. അല്ല, നെക്സ്റ്റ് കാണിച്ചതിന്റെ ആൻസർ അല്ല, അതിന്റെ മീനിങ്. അതായത് കില്ലത്തുൽ മുബാല, അതായത് അതിശയോക്തിയുടെ കുറവ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഒരു കവിതയില് കാര്യങ്ങൾ വളരെ എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നതാണ് നമ്മൾ അതെന്ന് പറയുന്നത് അതിശയോക്തി നിറച്ച് പറയുക എന്ന് പറയുന്നത്. അതിന്റെ കുറവ് എന്നുള്ളത് ഏത് ഇതുമായി ബന്ധപ്പെട്ടതാണ്? യെസ്, അത് ജാഹിലി കവിതകളുടെ പ്രത്യേകതയാണ്. ഇത് ജാഹിലി കവിതകളുടെ പ്രത്യേകതയാണ് എന്ന് പറയാൻ ഒരു കാരണം, ഈ ജാഹിലി കവിതകളിലുള്ള നമുക്ക് ഈ മദ്ഹ് ചെയ്തുകൊണ്ട് രാജാക്കന്മാരെ പാടി പൈസ ഉണ്ടാക്കുന്ന സംവിധാനം വളരെ കുറവായിരുന്നു. അതേപോലെ തന്നെ അവര് കൂടുതലും നൈസർഗികമായിട്ടുള്ള കവിതകളില് ഷിർ തുബിഇ എന്ന് പറയും, തുബിയത്തായിക്കൊണ്ട് അവരുടെ നൈസർഗികതാ രൂപത്തിൽ അവർ കവിത എഴുതിയിട്ടുള്ളവരാണ്.
അതുകൊണ്ട് തന്നെ അവർക്ക് കവിതയിൽ മുബാലഅത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അതേപോലെ തന്നെ അവരുടെ കവിതകൾ എപ്പോഴും ഷിഅറൻ സ്വാദിഖൻ സത്യസന്ധത നിറഞ്ഞിട്ടുള്ള കവിതകളായതും നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഷിറുൽ ഖനായി ആയിരുന്നു അവരുടെ കവിതകൾ. അധിക കവിതകളും ഷിറുൽ ഖനായിൽ പെടുന്ന. ഓക്കെ, നമ്മള് ഷിറിന് 3 രൂപങ്ങൾ പറയുന്നത് ഷിറുൽ ഖനായി, ഷിറുൽ എന്താണ് ഖിസസി, ഷിറുൽ തംസീൽ എന്ന 3 രൂപത്തിൽ പറയാനുണ്ട്. അതിൽ ഷിറുൽ ഖനായി എന്ന രൂപത്തിൽ വരുന്ന ഒരു എന്താണ് കവിതകളാണ് ഇദ്ദേഹത്തിന്റെ അത്. അതേപോലെ തന്നെ ഇവരുടെ കവിതകൾ ഈജാസി ആയിട്ടുള്ള കവിതകളാണ്. അതായത് എന്താണ് ഒരു വാക്കിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങൾ വരുന്ന രൂപത്തിലുള്ള കവിതകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ കവിതകളെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല വഹിദത്തുൽ ഫിക്രി വൽ ഖയാല്, ഇവരുടെ കവിതകളുടെ ചിന്തയും അതേപോലെ തന്നെ ഭാവന എന്ന് പറയുന്നത് എല്ലാം യുണൈറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേ അർത്ഥം വരുന്ന രൂപത്തിലുള്ള ഒരു കവിത ആയിരിക്കും അവരുടെ കവിതയിൽ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നല്ല കെട്ടുറപ്പുള്ള ആശയം ഒക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. വസല ഇലൈന അക്സർ ഷിഅറുൽ ജാഹിലി, ജാഹിലി കവിതകളുടെ അധികവും നമ്മളിലേക്ക് എത്തിച്ചേർത്തിട്ടുള്ളത് ഏത് ലഹജയിലുള്ള കവിതയാണ്? ലഹജത്തുൻ അദ്നാനിയ, ലഹജത്തുൻ ഹിംഗരിയ, ലഹജത്തുൻ കഹ്താനിയ, ലഹജത്തുൻ യമനിയ. ഇതിന്റെ അകത്ത് ഒരു ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കോട്ട് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്തുള്ള ഒരു ഓപ്ഷൻ കട്ട് ചെയ്യാൻ പറ്റും. അത് ഏത് ഓപ്ഷൻ ആയിരിക്കും എന്ന് എന്ത് കോട്ടാണെന്ന് ആർക്കെങ്കിലും അറിയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് മാ ലിസാന ഹിമ്യറ ബി ലോകത്തിന വല അറബിയത്തും ബി അറബിയത്തിന. ഓർമ്മയുണ്ടോ? അതാരുടെ കോട്ടാണ്? ഹിമ്യറുകാരുടെ എന്ന് പറയുന്ന ഭാഷ നമ്മുടെ ഭാഷയല്ല, നമ്മൾ സംസാരിക്കുന്ന അറബി ഭാഷ അവരുടെ അറബി ഭാഷയല്ല എന്ന് പറയുന്നതാണ്. ഇത് ഹിമ്യറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അബു അംർ ബിൻ അൽ-അലാ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടാണ്. മാ ലിസാന ഹിമ്യറ ബി ലോകത്തിന വല അറബിയത്തും ബി അറബിയത്തിന. ഹിമ്യറുകാരുടെ ഭാഷ നമ്മുടെ ഭാഷയല്ല, നമ്മളുടെ അറബി അവരുടെ അറബി അല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ജാഹിലി കവിത ഹിമ്യർ ലഹജയിൽപ്പെട്ടതല്ല. ഇനി അറിയേണ്ടത് അദ്നാനികളുടെയാണോ കഹ്താനികളുടെയാണോ യമനുകളുടെയാണോ എന്നുള്ളതാണ്. അദ്നാനികളാണ്. കാരണം ഈ ഹിമ്യർ എന്ന് പറയുന്ന ഗോത്രം ഏതിൽപ്പെടുന്നതാണ്? ഹിമ്യർ ഗോത്രം അറബിൽ ആലിബയാണ്, അവർ കഹ്താനികളാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു സെഗ്മെന്റിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഇത് കുറച്ച് ഡീപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ ഇത് കുറെ കണക്റ്റഡ് ചോദ്യമാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത് അറബിൽ ആലിബ എന്താന്ന് മനസ്സിലാക്കണം. ആലിബാക്കൾ എന്ന് പറയുന്നത് കഹ്താനികളാണ്. കഹ്താനികളാണ് ആലിബാക്കൾ എന്ന് പറയുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, കഹ്താനികളാണ്. അറബുൽ ആലിബാക്കൾ എന്ന് പറയാൻ കഹ്താനികളാണ്. അവർ ഹിംയർ, കഹ്ലാൻ, അസ്ദ് ഗോത്രക്കാരൊക്കെയാണ്. എന്നാൽ ഖുറൈശികള് ഏത് ഗോത്രമാണ്? അറബുൽ മുസ്തഅറബ അല്ലേ? അറബുൽ മുസ്തഅറബ അല്ലേ? ഒരു മിനിറ്റ്, ആ ഫാത്തിമ എന്ന് പറയുന്ന ഒരു മിനിറ്റ്. ഇനി അറബ് ഖുറൈശികൾ എന്ന് പറയുന്നത് അറബുൽ മുസ്തഅറബാക്കിൽ പെടുന്നതല്ലേ? ഖുറൈശികൾ എന്ന് പറയുന്നത് അറബുൽ മുസ്തഅറബ അല്ലേ? ആണോ അല്ലയോ? മുസ്തഅറബാക്കൾ ഏതിൽ പെടുന്നതാ? മുസ്തഅറബാക്കൾ ഏതിൽ പെടുന്നതാ? ഖുറൈശികൾ. അദ്നാനികളിൽ പെടുന്നവരല്ലേ? അദ്നാനിൽ പെടുന്നവരല്ലേ? ഇപ്പൊ കത്തി എങ്ങനെ ഉണ്ടാണ്, എന്തുകൊണ്ടാണ് അദ്നാനി ലഹജ ശരിയായെന്ന് മനസ്സിലായില്ലേ? യെസ്. അപ്പൊ അത് നല്ല രൂപത്തിൽ ഒന്ന് പഠിക്കണം കേട്ടോ. ഇതിന്റെ അകത്ത് ഓപ്ഷൻ എ ജീമ ദാല് ആണ് ശരി. ഇത് കൃത്യമായി കൊടുത്തിട്ട് നമുക്ക് എന്താ നോക്കാം. ഒന്ന് അഷ്റു ജാഹിലി മുത്തഅദ്ദിദൽ അറാദ്, അതിന്റെ അകത്ത് എണ്ണമറ്റ
ഉറുളുകളുണ്ട്. ശരിയാണ്. മദഹുണ്ട്, ഫഖ്റുണ്ട്, ഹിജാ ഉണ്ട്, ഗസ്ലുണ്ട്, അല്ലെ? അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട്. അപ്പൊ ഓപ്ഷൻ എ ശരിയാണ്. ഇനി പറയാണ് അശ്ശിറുൽ ജാഹിലി മുഖല്ലിദുൽ അഅറാദ് ശർഅൻ ഉമൂമുൽ ഉഖറ. മുമ്പുള്ള എന്താണ് തലമുറകൾക്കടുക്കലുള്ള കവിതകളിലുള്ള ഉറുളുകളെ പിൻപറ്റിയിരുന്നവരായിരുന്നു ജാഹിലി കാലഘട്ടത്തിലുള്ള കവിതകൾ എന്ന് പറയുന്നത്. അതായത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകൾ എന്ന് പറയുന്നത് മുമ്പുള്ള തലമുറയിൽ ഉണ്ടായിരുന്ന കവിതകളെ അതേപോലെ പിൻപറ്റിയിട്ടുള്ള കവിതകളായിരുന്നു ജാഹിലി കവിതകൾ എന്ന് പറഞ്ഞത്. ശരിയാണോ? അല്ല. ശരിയാണോ? കാരണം എന്താ? അങ്ങനെ ഒരു തലമുറ ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം? ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അഷീറുൽ ജാഹിലിയും ഷിഅറുൻ ഷഫവിയും ഒരു എന്താണ് ഓറലി ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് ജാഹിലി കാലഘട്ടം എന്ന് പറയുന്നത്. ശരിയാണ്. അഷീറുൽ ജാഹിലി ഷിഅറുൻ അമൂദിയൻ മാത്രമല്ല അമൂദി ആയിട്ടുള്ള അഥവാ വസിനും കാഫിയയും ഉൾക്കൊള്ളുന്ന കവിതകളാണ് നമ്മൾ ഷിറുൽ അമൂദി എന്ന് പറയുന്നത്. ഷിറുൽ അമൂദി ആയിട്ടുള്ള കവിതകൾ ഉൾക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഷിറുൽ ജാഹിലി എന്ന് പറയുന്നത്. യെസ്. അപ്പം 1, ജീമ്, ദാൽ ഇതെല്ലാം ശരിയായി വരുന്നതാണ്. ലൈസ മിൻ അഷ്ഹരി റുവാത്തി ഷിറുൽ ജാഹിലി. ജാഹിലി കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട റാവിമാരിൽ പെടാത്തതാണ്. ഹമ്മാദുർ റാവിയാണോ, അസ്മഇയാണോ, ഹരീരിയാണോ, അബു അംർ ബിൻ അൽ അല ആണോ? ആരാണ് പ്രധാനപ്പെട്ട റാവിമാരിൽ പെടാത്തത്? യെസ്, നമുക്ക് ഉത്തരം നോക്കാം. ഹരീരിയാണ്. അദ്ദേഹം മക്കാമയുടെ ഓതറാണ് ഹരീരി. അബു അംർ ബിൻ അലാവും അസ്മയും ഹമ്മാദ് റാവിയാണ് ആദ്യമായിട്ട് മുഅല്ലഖ ഒരുമിച്ച് കൂട്ടുന്നത്. അസ്മഇയുടെ ഗ്രന്ഥമാണ് അസ്മഇയാത്ത് എന്ന് പറയുന്നത്. അബു അംർ ബിൻ അല എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് നിരൂപണം നടത്തിയിട്ടുള്ള നാക്കിദ് കൂടിയാണ്. അബ്ബാസി എഴുത്തുകാരനും നാക്കിദുമാണ് അബു അംർ ബിൻ അല എന്ന് പറയുന്ന വ്യക്തി. ഇവരൊക്കെ ജാഹിലി കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടർമാരാണ് നമുക്ക് കാണാൻ പറ്റും. ലൈസ മിൻ ഫുഹൂലി ശുഅറാഉൽ ജാഹിലി. ജാഹിലി കാലഘട്ടത്തിലുള്ള വളരെ എപ്പിക് ആയിട്ടുള്ള കവികളിൽ പെടാത്തതാരാണ്? അതായത് പ്രധാനപ്പെട്ട 3 കവികളുണ്ട്. ഫുഹൂലു ശുഅറാഉൽ ജാഹിലിയ എന്ന് പറയുന്ന 3 കവികളുണ്ട്. അതിൽ പെടാത്തതാരാണ്? യെസ്, ഹിജറ 117 മരണപ്പെട്ട ലീമ എന്നുള്ള വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ജാഹിലി കാലഘട്ടത്തിലുള്ള വ്യക്തിയല്ലാത്തത്. ഓക്കെ, അദ്ദേഹം മുത്തയ്യിമീൻ കവികളിൽപ്പെട്ട ഒരു കവിയാണ്. മുത്തയ്യിമീൻ കവികളിൽപ്പെട്ട ഒരു കവിയാണ് ലീമ എന്ന് പറയുന്ന കവി. അദ്ദേഹം അമവി കാലഘട്ടത്തിലുള്ള വ്യക്തിയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് ചർച്ച ചെയ്യും. ഓക്കെ, ഇംറുൽ ഖൈസ്, നാബിയത്ത് ദുബിയാനി, സുഹൈർ ബിൻ അബി സലമ തുടങ്ങിയിട്ടുള്ളവരെയാണ് ഫുഹൂൽ ശുറാഉൽ ജാഹിലിയ എന്ന് നമ്മൾ പറയാറുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള കവികൾ എന്ന് പറഞ്ഞവര് 3 പേരുമാണ്. മാഹിയ തസ്രീഹാത്തുൽ ഖാത്തിഅത്തു അൻ ശഅറുൽ ജാഹിലി. ജാഹിലി കവിതകളെ പറ്റിയിട്ടുള്ള തെറ്റായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക. അൽ മുഅല്ലഖാത്തു അഷ്ഹറു ഖസാഇൽ ജാഹിലിയ. ജാഹിലി കാലഘട്ടത്തിലുള്ള വളരെ പ്രശസ്തമായ കവിതകളാണ് മുഅല്ലഖാത്ത് എന്ന് പറയുന്നത്. ബദഅ തദ്വീൻ ശഅറുൽ ജാഹിലി ഖബല ളുഹൂരിൽ ഇസ്ലാമി നഫ്സഹു. ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകൾ ഇസ്ലാമിക കാലഘട്ടത്തിന് മുമ്പ് തന്നെ സ്വയം എന്തിരുന്നു? അത് ക്രോഡീകരിക്കപ്പെട്ടിരുന്നു. കാന ഷെറുൽ ജാഹിലി ഷെറൻ ഷഫവിയൻ. വാമൊഴിയാൽ പ്രസന്റ് ചെയ്യപ്പെട്ട കവിതകളാണ് ജാഹിലി കാലഘട്ടത്തിലെ കവിതകൾ എന്ന് പറയുന്നത്. സഹമത്ത് അയ്യാമുൽ അറബി വൽ ഹയാത്തി സഹറാബിയത്തി ഫി ഇസ്തിഹാര ഷെറുൽ ജാഹിലി. അതായത് അറബ് കാലഘട്ടത്ത് അറബികൾക്കിടയിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളും അതേപോലെ തന്നെ അൽ ഹയാത്തു സൊഹറാബിയ അവരുടെ മരുഭൂമിയിൽ ഉണ്ടായിരുന്ന ജീവിതങ്ങളും എന്തായിരുന്നു? ജാഹിലി കാലഘട്ടത്തിലുള്ള കവിതകൾക്ക് വളക്കൂറ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ജാഹിലി കവിതകളെ കുറിച്ച് തെറ്റായി പ്രതിപാദിക്കുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയാണ്? 1 ജീവ്, 3ാമത്തെ ഓപ്ഷൻ മാത്രമാണോ? 2ാമത്തത് മാത്രമാണോ? 2ഉം 3ഉം ആണോ? ജീമും ദാലും അഥവാ 3ഉം 4ഉം ആണോ? എല്ലാവരും ആൻസർ ചെയ്യണമെന്ന് ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. തെറ്റിയാലും കുഴപ്പമില്ല. ആകെ 4 പേരാണ് ആൻസർ ചെയ്തിട്ടുള്ളത്.
തെറ്റി നമ്മൾ പഠിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത ആരും ഉണ്ടാവൂല. നമുക്ക് എന്തായാലും ഉത്തരം നോക്കാം. ബാഫക്കത്താന്നാണ്, അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരുന്നത്. റീസൺ പറയാം. ഒന്നാമത് നമുക്ക് എന്തില്ല, നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒന്നാണ് ജാഹിലി കാലഘട്ടത്തിലുള്ള കവിതകൾ എന്ന് പറയുന്നത് എന്തായിരുന്നു, അത് വളരെ പ്രശസ്തമായ കവിതകൾ തന്നെയാണ്. മുഅല്ലഖാത്ത കവിതകൾ എന്ന് പറയും. മറ്റു കവിതകൾ ഉണ്ടെങ്കിലും കാഴ്ബയിൽ കെട്ടിയിടപ്പെട്ട കവിതകൾ എന്ന അർത്ഥത്തിൽ മുഅല്ലഖ കവിതകൾക്ക് വളരെ വലിയ എന്തുണ്ട്, ചരിത്രത്തിൽ വളരെ വലിയ സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ്. ബദഅത്ത് തദ്വീൻ ശുറുൽ ജാഹിലി ഖബ്ല ളുഹൂറിൽ ഇസ്ലാമി നഫ്സുഹു. ജാഹിലി കവിതകൾ ഇസ്ലാമിക എന്താണ്, ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ എന്നിട്ടുണ്ട്, ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം അത് ക്രോഡീകരിക്കപ്പെടുന്നത് പിൽക്കാലത്താണ്. അതായത് ഏകദേശം അമവി അബ്ബാസി കാലഘട്ടത്തിലാണ് അത് ക്രോഡീകരിക്കപ്പെടുന്നത്. ഇപ്പൊ അസ്മായിയാത്ത് തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ രചിക്കുന്നത് ഹമ്മാദ് റാബിക്ക പിൽക്കാലത്ത് വരുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഇസ്ലാമിക കാലഘട്ടത്തിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി അത് ക്രോഡീകരിച്ച് തുടങ്ങുന്നതാണ് പറയാൻ. ഇനി കാരണം ഷിറുൽ ജാഹിലി ഷിഅറൻ ഷഫവിയൻ, വാമൊഴിയായി കൊണ്ട് എന്ത് പറഞ്ഞു വരുന്നതാണ് കവിതകൾ എന്ന് പറയാം. അതായത് പണ്ട് അബ്ബാസി കാലഘട്ടത്തിൽ കവിതകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുത്തിലൂടെയൊക്കെ കവിതകൾ അവതരിക്കപ്പെട്ടിരുന്നു. എന്നാല് ഇവിടെ എന്ത് ചെയ്തിരുന്നു, അവര് വാമൊഴിയാൽ പറഞ്ഞ കവിതകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നീട് നമ്മുടെ ത്വഹാ ഹുസൈനും അതേപോലെ തന്നെ അബുൽ അല അൽ മഅദിയൊക്കെ തുടങ്ങിയിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്തിരുന്നു, ഈ ജാഹിലിയ കാലഘട്ടത്തിലുള്ള, അതുപോലെ ഇബ്നു സലാം അൽ ജുംഹി, അബുൽ അല മഅദിയിലെ ഇബ്നു സലാം അൽ ജുംഹി ഒക്കെ എന്ത് ചെയ്യുന്നു, ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകളൊന്നും ജാഹിലിയ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതൊന്നുമല്ല, അത് മറിച്ച് ഇസ്ലാമിക കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അബ്ബാസി അമവി കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതാണെന്നും അത് ജാഹിലിയ കാലഘട്ടം എന്നുള്ള കാലഘട്ടത്തിലേക്ക് ചേർക്കപ്പെട്ടതാണ് എന്നൊക്കെ രൂപത്തിൽ പ്രതിപാദിക്കപ്പെടേണ്ടി വന്നത്. കാരണം അത് ജസ്റ്റ് കേട്ട് പരിചയം ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് കേട്ട് പരിചയം ഉണ്ടായിരുന്ന കവിതകളായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെ, സഹാബത്ത് അയ്യാമുൽ അറബി വൽ ഹയാത്തി സുഹറാബിയത്തി ഫി ഇസ്തിഹാർ ഷിഅർ ജാഹിലി. അത് ശരിയായ കാര്യമാണ്. കാരണം ഈ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന യുദ്ധങ്ങളാണ് പല കവിതകളുടെയും ഒരു എന്താണ്, നമുക്കറിയാം പല കവിതകളുടെയും പ്രധാന തീം എന്ന് പറയുന്നത് അവർക്കിടയിലുള്ള യുദ്ധങ്ങൾ തന്നെയായിരുന്നു. ഉദാഹരണത്തിനെടുത്താല് സുഹൈർ ബിൻ അബി സലമ കവിത രചിച്ചത് എന്തിനായിരുന്നു, ഹാരിസ് ബിൻ ഔഫിനെയും ഹർബ് ബിൻ സിനാനെയും മദ്ഹ് ചെയ്യാനാണ്. എവിടെ, ഫി സുൽഹി ഹർബി ദാഹിസ് വൽ ഒബറ, അല്ലെ, ദാഹിസ് വൽ ഒബറ യുദ്ധത്തില് ഹാരിസ് ബിൻ ഔഫിനെയും ഹർബ് ബിൻ സിനാനെയും എന്ത് ചെയ്തിട്ടുള്ളത്, അവർ നൽകിയിട്ടുള്ള ഒരുപാട് കോൺട്രിബ്യൂഷനെ മദ്ഹ് ചെയ്യാൻ സുഹൈർ ബിൻ അബി സലമ തന്റെ കവിതയിൽ ശ്രമിച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അൻഡ്രയുടെ കവിതകള്, അംറുബിൻ കുൽസുമിന്റെ കവിതകളൊക്കെ തന്നെ ഈ യുദ്ധത്തിന് തയ്യാറാക്കി നടത്തിയിരുന്ന കവിതകളാണ്, നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അറബി ഷഹീറ, ഒരു പ്രശസ്തമായ അറബിക് കോട്ട് ഉണ്ട്. അതിൽ ഏറ്റവും ശരിയായ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. അഷ്അറുൽ അറബി ഇംറുൽ ഖൈസ് ഇദാ റഗിബ, സുഹൈർ ഇദാ റകിബ, നാബിഅ ഇദാ തരിബ, ഐഷ ഇദാ റഹിബ. ഇംറുൽ ഖൈസ് ഇദാ തരിബ, സുഹൈർ ഇദാ റഹിബ, നാബിഅ ഇദാ റഗിബ, ഐഷ ഇദാ റകിബ. ഇംറുൽ ഖൈസ് ഇദാ റകിബ, സുഹൈർ ഇദാ റഹിബ, നാബിഅ ഇദാ റഹിബ, ഐഷ ഇദാ തരിബ. ഇംറുൽ ഖൈസ് ഇദാ റഹിബ, നാബിഅത്ത് ഇദാ റഗിബ, നാബിഅത്ത് സുഹൈർ ഇദാ റഗിബ, നാബിഅ ഇദാ തുരിബ, ഐഷ ഇദാ റകിബ. ഇതിലേതാ ശരിയായി വരുന്നത്? ഒന്ന് അറിയുന്ന, അതായത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇംറുൽ ഖൈസ് എന്നുള്ളത് എന്തെന്നുള്ളത്. അത് പഠിച്ചവർക്ക് വളരെ വേഗ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിന്റെ ഓപ്ഷനുകൾ ശരിയാക്കി വെച്ചിട്ടുള്ളത്, അല്ലെ? യെസ്, നമുക്കറിയാം ഇംറുൽ ഖൈസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയണം, കുതിരപ്പുറത്ത് കയറിയാൽ നല്ലോണം കവിത ചൊല്ലുന്ന വ്യക്തിയാണ് ആര്, ഇംറുൽ ഖൈസ്. സുഹൈർ ബിൻ ഇദാ റഗിബ, സുഹൈർ ബിൻ അബി സലം എന്താണ്, നല്ലോണം കവിത പാടിയിരുന്നത് എപ്പോഴാണ്, ഹാരിസ് ബിൻ ഔഫിനെയും ഹർബ് ബിൻ സിനാനെ കുറിച്ച് മദ്ഹ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തായിരുന്നു. എന്നാൽ നാബിഅത്ത് തുബിയാനെ കുറിച്ച് പറയുന്നിടത്ത് എന്താണ്, നന്നായിട്ട് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം കവിത പാടിയിരുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട് എന്നുള്ളതാണ്. ഇനി അൻഡറത്തെ കുറിച്ച് പറയാറുണ്ട്, ഇതാ ഹൊലിബ എന്ന അൻഡറയെ കുറിച്ച് പറയാറുണ്ട്. അതായത് നന്നായിട്ട് ദേഷ്യപ്പെട്ടാൽ കവിത പാടുന്ന ഒരു വ്യക്തിയാണ് അൻഡറത്തുബിന് ഹിദ്ദാദ്. നാബിഅ ഇദാ റഹിബ എന്ന് പറയാൻ കാരണം ഈ ഭയപ്പെടുന്ന സമയത്ത് നുഅ്മാൻ ബിൻ മുൻദിർ രാജാവിന്റെ അടുക്കലൊക്കെ നിന്നുകൊണ്ട് കവിത പാടിയ ഒരു വ്യക്തിയാണ് നാബിഅത്ത് ദുബിയാനി. ഇനി ആയിഷയെ കുറിച്ച് പറയാനുള്ളത് ഇദാ തുരിബ എന്നുള്ളതാണ്. ഇദാ
തുരിബ എന്നുള്ളതാണ് ആയിഷയെ കുറിച്ച് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ്. നല്ലോണം നിങ്ങൾ പഠിച്ചിരിക്കണം ഇൻഷാ അല്ലാഹ്. ലൈസ മിൻ ശുഅറാഉൽ ബിലാത്ത്, കൊട്ടാര കവികളിൽ പെടാത്തതാരാണ്? ശുഅറാഉൽ ബിലാത്തിൽ പെടാത്തതാരാണ്? നാബിയത്ത് ദുബിയാനി, ഉബൈദ് ബിൻ അൽ അബ്രസ്, അൻതറത്ത് ബിൻ ഷദ്ദാദ്, മുത്തലമ്മിസ്. നമുക്ക് നോക്കാം. അൻതറ കൊട്ടാര കവികളിൽ പെടാത്ത ഒരു കവിയാണ് അത്. ബാക്കി എല്ലാവരും കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന കവികളാണ് നമുക്ക് കാണാൻ പറ്റും. യെസ്. അപ്പൊ പ്രധാനപ്പെട്ട കൊട്ടാര കവികളാണ് ഉബൈദ് ബിൻ അൽ അബ്രസ്. അദ്ദേഹം മുൻദുറുൽ സമാഇന്റെ ഹിറയിലെ കൊട്ടാരത്തിലെ കവിയായിരുന്നു. തൊറഫത്ത് ബിൻ അബദ് അംബ്രബിൻ ഹിന്ദ് രാജാവിന്റെ കൊട്ടാരത്തിലെ എന്തായിരുന്നു? ഒരു കവിയായിരുന്നു. നാബിയത്ത് ദുബിയാനി മുൻദുറുൽ സമാഇന്റെയും മുൻദറിന്റെയും അബൂ ഖാസിം ഉമാർ ബിൻ മുൻദറിന്റെ ഒക്കെ കൊട്ടാരത്തിൽ എന്തായിരുന്നു? അവരെയൊക്കെ മദ്ഹ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു കവിയാണ്. ഹീറ രാജാക്കന്മാരുടെ കൊട്ടാരത്തിലെ കവിയായിരുന്നു ആയിഷ. ഇനി മുൻദറിനുമായി ഹീലത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് അബൂ ദാവൂദ് അൽ അയ്യാദി. ഹാരിസ് ബിൻ അബി ഷംറുൽ വസ്സാനിയുടെ എഴുത്തുകാരനും ആ ഒരു കാലഘട്ട ഹാരിസ് ബിൻ അബി ഷംറുൽ വസ്സാനിയുടെ കൊട്ടാരത്തിലെ കവിയുമായിരുന്നു മുറക്കിഷുൽ അക്ബർ. അതേപോലെ തന്നെ ഹുത്തൈബ് അൽ അബ്സി. ഹുത്തൈബ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ കവിതകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എല്ലാ രാജാക്കന്മാരെയും പോയി മദ്ഹ് ചെയ്ത ഒരു കവിയാണ് ഹുത്തൈബ. കാരണം അദ്ദേഹത്തിന് വേണ്ടത് പൈസയായിരുന്നു. ആ പൈസയ്ക്ക് വേണ്ടി എല്ലാ പണിയും എടുത്ത ഒരു വ്യക്തിയാണ് അത് ഹുത്തൈബ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹം എല്ലാവരെയും മദ്ഹ് ചെയ്ത ഒരു കവിയായിരുന്നു, നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം അതുപോലെ തന്നെ ആക്ഷേപിക്കാൻ അദ്ദേഹം മറന്നില്ല. അദ്ദേഹത്തിന് പൈസ കൊടുക്കാത്തവരെ അദ്ദേഹം മൂപ്പരെ ആക്ഷേപിച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവലുമൻ ജമാൽ മുഅല്ലഖാത്ത്. അടുത്ത ചോദ്യം ഇതാണ്. ജൂസിനി ആണോ, ഹമ്മാദ് റാബി ആണോ, ഖുസ്ബിൻ സഅദയാണോ, മുഫദ്ദൽ ദബ്ബിയാണോ ആദ്യമായിട്ട് മുഅല്ലഖാത്ത് ജമഅ് ചെയ്യുന്നത്? യെസ്, ഹമ്മാദ് റാബിയാണ് ആദ്യമായിട്ട് മുഅല്ലഖാത്ത് ജമഅ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജൂസിനിയും എന്താണ് തിബ്രീസി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മുഅല്ലഖാത്തിന് വേണ്ടി ശർഹ് രചിച്ചിട്ടുള്ള ആൾക്കാരാണ് ആരൊക്കെ? ഈ സൂസിനിയും അതേപോലെ തന്നെ തിബ്രീസി ഇമാമൊക്കെ. ഓക്കെ, ക്ലിയർ അല്ലേ? അൽ മുഅല്ലഖാത്തു സബഅ ഖസായിദ് ഇസ്ലാമിയ, ഖസായിദ് ജാഹിലിയ, ഖസായിദ് അമവിയ, ഖസായിദ് അബ്ബാസിയ. വേഗം വേഗം ആൻസർ ചെയ്യണം, നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം ഇൻഷാ അല്ലാഹ്. ജാഹിലിയ കാലഘട്ടത്തിലുള്ള കവിതകൾ തന്നെയാണ് മുഅല്ലഖ കവികൾ എന്ന് പറയാം. ലൈസ മിൻ ശുഅറാഇൽ മുഅല്ലഖാത്തു സബഅ ഇംറുൽ ഖൈസ്, തൊറഫത്ത് ബിൻ അബ്ദ്, ഷൻഫറ, സുഹൈർ ബിൻ അബി സലമ. ഷൻഫറയാണ്. അദ്ദേഹം മുഅല്ലഖ കവിതയിൽപ്പെട്ട വ്യക്തിയല്ല, പകരം അദ്ദേഹം സുആലിക കവിതയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഷൻഫറ എന്ന് പറയുന്ന വ്യക്തി. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ 7 കവികൾ തന്നെയായിരുന്നു ഉണ്ടാകുന്നത്. ആദ്യം 7 കവികളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിലേക്ക് 3 പേരെ ചേർത്തപ്പോ 10 പേരായി. അവരാരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായേ? ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ എന്നുള്ളതാണ്.
ഇപ്പൊ നമുക്കറിയാം മുഅല്ലഖ കവിതകൾ എന്ന് പറയുന്നത് എണ്ണത്തില് അതിനെക്കുറിച്ച് വളരെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ 7 പറയുന്നവരുണ്ട്, 10 പേരാണ് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല പല രൂപത്തിലാണ് പറയാറുള്ളത്. ഇപ്പം ആദ്യമായിട്ട് മുഅല്ലഖത്ത് രചിക്കുന്നത് നമുക്കറിയാം, മുഅല്ലഖ ഒരുമിച്ച് കൂട്ട നമുക്കറിയാം, അത് ഹമ്മാദ് റാബിയാണ്. അതിന് ശേഷം ജൂസിനി എന്ന് പറയുന്ന പ്രശസ്ത നിരൂപകൻ, ജൂസിനി എന്ന് പറയുന്ന നിരൂപകൻ എന്ത് ചെയ്യുന്നുണ്ട്, മുഅല്ലഖാത്തിനെ 7 എണ്ണപ്പെട്ടു. അദ്ദേഹം ഇംറുൽ ഖൈസിനെയും തൊറഫയെയും ഹാരിസിബിന് ഹില്ലിസയെയും നുവൈറിനെയും അംറബിന് കുലുസൂമിനെയും അൻതറയെയും ലബീദിനെയുമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഅല്ലഖയിലുള്ള ആൾക്കാരെ എണ്ണിയത്. അതിനുശേഷം അബൂ സയ്യിദ് ഖുർഷി എന്ന് പറയുന്ന പ്രശസ്തനായ ജംഹറത്ത് അഷ്ആറുൽ അറബിന്റെ രചയിതാവായിട്ടുള്ള അബൂ സയ്യിദ് ഖുർഷി എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ എണ്ണത്തിൽ 10 പേരാണുള്ളതെന്ന് പറഞ്ഞു. അതിലേക്ക് നാബിയത്ത് ദുബിയാനിയും എന്ത് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ആയിഷയും എന്ത് ചെയ്യുന്നുണ്ട്, നാബിയത്ത് ദുബിയാനെയും ആയിഷയെയും അതിന്റെ അകത്ത് കൂട്ടിയിട്ടുണ്ട്. ആര്? അബൂ സയ്യിദ് ഖുർഷി. എന്നാല് തിബിരീസി ഇമാം അബൂ സക്കരിയ തിബിരീസി ഇമാം എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ കവിതകൾക്ക് മേലെ, അതായത് ആയിഷയുടെയും നാബിയയ്ക്ക് പുറമെ ഉബൈദ് ബിൻ അബ്റസ് കൂടി എന്താണ് മുഅല്ലഖയിലുള്ള ആൾക്കാരാണ് എന്ന് എണ്ണി. അങ്ങനെ മൊത്തം 10 പേരായിക്കൊണ്ട് നമുക്ക് പറയുമ്പോൾ ഉബൈദ് ബിൻ അബ്റസിനെയും ആയിഷയെയും നാബിയത്ത് ദുബിയാനെയുമാണ് പിന്നീട് എണ്ണപ്പെട്ടത്. അതല്ലാതെ നമ്മൾ ഓർഡറിൽ പറയുമ്പോൾ ഇംറുൽ ഖൈസ്, സുഹൈർ ബിൻ അബി സലമ, തൊറഫത്ത് ബിൻ അബദ്, അതേപോലെ തന്നെ എന്താണ് അൻതറ, ലബീദ് ബിൻ റബിയ, അംർ ബിൻ കുലുസും, ഹാരിസ് ബിൻ ഹില്ലിസ എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കാൻ. എന്തെങ്കിലും ഇടയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? അതായത് സൗണ്ട് കട്ടായി പോകുന്നതോ സ്ക്രീൻ ഓഫ് ആയി പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. ഇല്ല. ഹലോ, ഇല്ല. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസ് ആയിട്ടോ ടൈപ്പ് ചെയ്തോ എന്തെങ്കിലും ചോദിക്കണം കേട്ടോ. ഓക്കെ. المعلقات تعرف أيضا بالغلمانيات، السمود، الترديات، الإخوانيات. മുഅല്ലഖാത്ത് എന്ന് ആദ്യമായിട്ട് പേര് വിളിക്കുന്നത് ആരാന്നറിയോ? മുഅല്ലഖ എന്ന് ആദ്യമായിട്ട് പേര് വിളിക്കുന്ന ആരാന്നറിയോ? അതായത് മുഅല്ലഖ എന്ന് ആദ്യമായിട്ട് ഇതിനെ ഒരു ടെർമിനോളജി കൊണ്ടുവരുന്നത് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഉണ്ടോ? ഈ ക്വസ്റ്റ്യനിൽ ചോദ്യം കുറച്ച് ഫുൾ ഉണ്ട്, അതൊന്ന് നോക്കിയാ. മുഅല്ലഖാത്ത് താറഫ് ഫൈലന്നെ കാണുന്നുള്ളൂ. ബി എന്നുണ്ട്. ബി അൽ-ഗൽമാനിയാത്ത്, അസ്-സമൂദ്, അത്ത്-തുർദിയാത്ത്, അൽ-ഇഖ്വാനിയാത്ത്. നമ്മൾ ഇത് ആദ്യമായിട്ട് മുഅല്ലഖാത്ത് എന്ന് വിളിക്കുന്നത് ആരാന്ന് വെച്ചാല്, മുഅല്ലഖാത്ത് എന്ന ടെർമിനോളജി ആദ്യമായിട്ട് ഉപയോഗിച്ച് കാണുന്നത് ഇഖ്തുൽ ഫരീദ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അബ്ദുർ റബ്ബിയാണ്. ഓക്കെ. അതേപോലെ തന്നെ ഇതിന്റെ മറ്റു പേരുകളാണ്, അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് സുമൂത്ത് എന്ന് പറയാറുണ്ട്. അതായത് ഹിബാത്തുൽ ഇഖ്തിന്റെ കുറേയധികം ഹിബത്തുകളിൽ കൂടെ അത് എന്താ, അല്ലെങ്കിൽ ഹൈത്തിന് ഒരുമിച്ച് കൂടിയിട്ടുള്ള അർത്ഥത്തിലാണ് നമ്മൾ മുദഹബാത്ത് എന്ന് പറയാറുള്ളത്. അതേപോലെ തന്നെ സുമൂത്ത് എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞത് സുമൂത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലെ. ഹുബത്തിലൂടെ അതെന്താണ്, അത് ഒരുമിച്ച് കൂടിയ അർത്ഥത്തിലാണ്. ഇനി മുദഹബാത്ത് എന്ന് ഒരു അർത്ഥമുണ്ട്. അതെന്ന് വെച്ചാൽ എന്താണ്, തക്തബ് ബിമാഇ ദഹബ് അല്ലെ, സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ് മുദഹബാത്ത് എന്ന് നമ്മൾ പറയാനുള്ളത്. അതേപോലെ മുൻതഖിയാത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്, മഷ്ഹൂറാത്ത് എന്ന് പറയാറുണ്ട്, മുത്തവ്വലാത്ത് എന്ന് പറയാറുണ്ട്, സബഇയാത്ത് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ തിവാലി സബഅ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മുഅല്ലഖാത്തിന് പല പല പേരുകളായി നമ്മൾ പറയാറുണ്ട് എന്നുള്ളതാണ്. ഗൽമാനിയാത്ത്, തുർദിയാത്ത് ഇവ രണ്ടും അബ്ബാസിയ കാലഘട്ടത്ത് ഉണ്ടായിട്ടുള്ള കവിതാ ശകലങ്ങളാണ്. പ്രത്യേകിച്ചും അബൂ നവാസ് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള അബ്ബാസി സാഹിത്യകാരൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു കവിതാ ശകലങ്ങളാണ് എന്ത്, ഗൽമാനിയാത്തും തുർദിയാത്തും എന്നുള്ളത്. ഇൻഷാല്ലാ നമ്മളത് അപ്പം പഠിക്കും ഇൻഷാല്ലാ. المعلقات
കസായിദുൽ ജാഹിലിയ ഇഖ്താറഹ നുക്കാദുൽ അറബ് ഫി ഹാദിഹി സൂക്ക്. ഏത് സൂക്കിലായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലുള്ള മുഅല്ലഖ കവിതകൾ ഒരുമിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവിടെ നിരൂപണം നടത്തപ്പെട്ടത്? മിർബദ് സൂക്കിലായിരുന്നു, ഉക്കാദ് സൂക്കിലായിരുന്നു, മജാസിലായിരുന്നു, ദുൽ മജന്നയിലായിരുന്നു? യെസ്, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അറിയാം. ഉക്കാദിലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ആബിയത്ത് ദുബിയാനി എന്നതിൽ പ്രശസ്തനായിട്ടുള്ള ഒരു നിരൂപകൻ എന്നുള്ളത്. ലൈസ മിൻ ശുഅറാഉൽ ഖദർ. ജസ്റ്റ് നമുക്ക് ഉത്തരം നോക്കാം. നുഹൈറുദ്ദീൻ അബി സലമയാണ്. ബാക്കി ഈ പറയപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് ആയാലും, അതേപോലെ തന്നെ ഹാരിസ് ബിൻ ഹിൽസ ആയിരുന്നാലും, നാബിത്ത് ദുബിയാനി ഒക്കെ ആയിരുന്നാലും കൊട്ടാരവുമായി ബന്ധപ്പെട്ട കവികളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷുഅറാഉൽ ഖദർ എന്ന് പറയാറുള്ളത്. അതേപോലെ തന്നെ എന്താണ് ഈ ഷുഅറുൽ ഹദർ ഷുഅറാഉൽ ഖദർ എന്ന് പറയുന്നത് മറ്റൊരു രൂപത്തിൽ നമ്മൾ പറയാറുണ്ട്. അറബിയ, അറബ് പ്രധാന നമ്മൾ ഷുഅറാഉൽ ഖദർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മക്ക, യസ്രിബ്, ഹീറ, വസാസിന, ഈ 4 കാലഘട്ടങ്ങളിൽ ജീവിച്ചിട്ടുള്ളവരാണ്. പ്രധാനപ്പെട്ട കവികളാണ് ഹസ്സാൻ ബിൻ സാബിയത്ത്, ആയിഷ, നാമിയത്ത് ദുബിയാനി, ഹാരിസ് ബിൻ ഹില്ലിസ, അതേപോലെ തന്നെ ബസറ തുടങ്ങിയിട്ടുള്ള ബസറയിൽ ജീവിച്ചിരുന്ന ഫറസ്തഖ് ഉൾപ്പെടെയുള്ള കവികൾ. ഓക്കെ, ഇവരൊക്കെ ഷുഅറാഉൽ ഖദറിൽപ്പെട്ടവരാണ്. ഇവരൊക്കെയാണ് ഹസ്സാൻ ബിൻ സാബിത്ത്, നാമിയത്ത് ദുബിയാനി, ഹാരിസ് ബിൻ ഹില്ലിസ, അതേപോലെ തന്നെ ആയിഷ, ഫറസ്തഖ്. ഇവരൊക്കെ ഷുഅറാഉൽ ഖദറിൽപ്പെട്ട കവികളാണ്. ഇഹ്തരി ഷാദ്, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ആയിഷ, ഹിസ് ബിൻ സഅദ, ഹാരിസ് ബിൻ ഹില്ലിസ, നാബിയത്ത് ദുബിയാനി. സ്ക്രീന് കാണാമല്ലോ അല്ലെ? യെസ്. കാരണം എന്താണ്? ഷാദ നേതൃത്വത്തിൽപ്പെട്ട ആളാണ്, ഖത്തീബാണ്. ബാക്കിയുള്ളവരെല്ലാം എന്താണ്? മുഅല്ലഖയിലെ എഴുത്തുകാരാണ് അല്ലെ, മുഅല്ലഖ കവികളാണ്. യെസ്. ഹാദ ഷായിറുൽ മലിക്കുൽ വലീദ് വഅബൂഹു മലിക്കുൻ ബനി അസദ്. ഇദ്ദേഹത്തെ വിളിക്കുന്നത് മലിക്കുൽ വലീദ് എന്നുള്ളതാണ്. വഅബൂഹു മലിക്കുൻ ബനി അസദ്, ബനി അസദ് ഗോത്രത്തിലെ രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. സുഹൈർ ബിൻ അബി സലമയാണ്, ഇംറുൽ ഖൈസ് ആണ്, ഉമർ ബിൻ അബി റബിയയാണ്, ജമീൽ ഹുസൈനയാണ്. ഒക്കെ വളരെ വേഗം നമുക്ക് ഓട്ടിച്ചു പോകാവുന്ന കുറെ കാര്യങ്ങളാണ്. മലിക്കുൽ വലീദ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നവരാണ് ഇംറുൽ ഖൈസ് ആണ്. യെസ്, അദ്ദേഹത്തിന്റെ വാപ്പ ബനു അസദ് ഗോത്രത്തിലെ രാജാവ് കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഇന്ന ഇംറുൽ ഖൈസ് മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്തി വഹു മിൻ ഖബീലത്തി. ഏത് ഗോത്രക്കാരനായിരുന്നു മുഅല്ലഖയിലുള്ള വ്യക്തിയായിരുന്ന ഇംറുൽ ഖൈസ്? ബനു കിന്ദിലുള്ളതാണോ, കിന്ദിയിലുള്ളതാണോ, മുമ്പിൽ പറയപ്പെട്ട ഒന്നിലുമുള്ളതല്ലേ എന്നുള്ളതാണ്. ബനു കിന്ദ് എന്ന് പറയോ, കിന്തത്ത് എന്ന് പറയോ, കിന്ദി എന്ന് പറയോ, ഇതിൽപ്പെട്ടതൊന്നുമല്ലേ എന്നുള്ളതാണ്. കിന്ദ ഗോത്രക്കാരനാണ്. നമ്മൾ ഗോത്രം പറയുമ്പോൾ കിന്ദ എന്ന് മാത്രമേ പറയാറുള്ളൂ, കിന്ദി എന്ന് പറയാറില്ല. ബനു കിന്ദ് എന്നൊന്നും പറയൂല. കിന്തത്ത്, വഹുമിൻ കബീലത്ത് കിന്ദ. കബീല ഓൾറെഡി പറഞ്ഞു, വഹുമിൻ എന്ന് മാത്രം പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, ബനു കിന്ദ എന്ന് പറയാം, കുഴപ്പമില്ല. കബീലത്ത് കിന്ദ എന്ന് പറയുന്നേരം പിൻ ബനി കിന്ദ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ വഹുവ കിന്ദീൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ കബീല ഒന്നും ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ വഹുവ കിന്ദീൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഇവിടെ വഹുവ മിൻ കബീല എന്ന് എടുത്തു പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, കബീലയുടെ സിഫത്തായി കൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞത്, കിന്തത്ത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയാൻ കാരണം. ഓക്കെ. ഹബീബത്ത് ഇംറുൽ ഖൈസ്, ഇംറുൽ ഖൈസിന്റെ ഹബീബത്ത് ആരാണ്? അബ്ലയാണോ, ഉനൈസയാണോ, ഉമ്മു ഔഫയാണോ, ഷൈമ ആണോ? അബ്ല ആരുടെയാണ്?
അന്തറ. ഉമ്മോഫയോ زهير بن أبي سلمة. زهير بن أبي سلمة. യെസ്. അശ്ശുഅറാഉൽ യമനി സലാസത്തു. യമനിലെ കവികൾ എന്ന് പറയുന്നത് 3 പേരാണ്. തരം നൽകിയിട്ടുള്ള ഒരാളും ഹസ്സാൻ ബിൻ സാബിത്ത്, അബൂ നവാസ്, ഇവര് 3 പേരാണ് യമനി കവികൾ എന്ന് പറയുന്നത്. യമനിലുള്ള കിന്തയിൽ ജനിച്ച വ്യക്തി ആരാണ്? ഇതിൽപ്പെട്ട ഇംറുൽ കൈസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായി വരുന്നത്. ഹാദ അഹദു സലാസത്തുൽ മുതഖദ്ദിമീന ലാ സായിരി ശുഅറ ജാഹിലിയ കാലഘട്ടത്തിലെ പ്രശസ്തരായിട്ടുള്ള 3 കവികളിൽ പെട്ട ഒരാൾ തരം നൽകിയിട്ടുള്ള ഒരാളാണ്. മൈമൂൻ ബിൻ കൈസ്, ജമീൽ ബിൻ മഅമർ, അബു അംർ വ തൊറഫ, ഇംറുൽ കൈസ്. ആരൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട അഹദ് സുലാസത്തിൽ മുത്തഖദ്ദിമീന ലാ സായിരി ശുഅറ ജാഹിലിയ? ആരൊക്കെയാണ് ഈ പറഞ്ഞ അസ്സലാസത്തുൽ മുതഖദ്ദിമീന ലാ സായിരി ശുഅറ ജാഹിലിയ? ആരൊക്കെയാണ്? ഒന്ന് ഇംറുൽ കൈസ്, ഓപ്ഷൻ ഡി ആണ്. പിന്നെ ബാക്കി 2 പേരൊക്കെയാണ്? نابغة زهير بن أبي سلمة. പിന്നെ യെസ്, സുഹൈർ ബിൻ അബി സലമ. വെരി ഗുഡ്. ജസലുൽ അൽഫാദ് നല്ല പദങ്ങളാണ്. കസീറുൽ ഗരീബി ധാരാളം അപരിചിതമായ കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ബദിഉൽ ഖയാലി നല്ല ഭാവനകളുണ്ട്. ബലിഅ തസ്ബീഹി നല്ലോണം തസ്ബീഹ് ചെയ്യപ്പെട്ട കവിതകളാണ്. ഇത് ആരുടെ കവിതയിൽ പെടുന്നതാണ്? ഇംറുൽ കൈസിന്റെ കവിതകളുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? ജസലുൽ അൽഫാദി നല്ല തിളക്കമുള്ള കവിതകളായിരുന്നു, പദങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കസീറുൽ ഗരീബി എന്താണ്? നല്ല അപരിചിതമായ ധാരാളം ഉണ്ടായിരുന്നു. ജയ്യു സബക്ക് നല്ല സബക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും പദത്തിലുള്ള ഒരു കോർവ ഇണങ്ങിയതാണ്. ശരിയുൽ ഖാത്തിരി പെട്ടെന്നുള്ള കവിതകളായിരുന്നു. ബദിഉൽ ഖയാലി, ബലിഅ തശ്ബീഹ്. മാത്രമല്ല ഇസ്തംബത്തുൽ മാനുൽ ജദീദ്, അദ്ദേഹം പുതിയ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ കവിതയിൽ കൊണ്ടുവന്നു. വക്കതശഫ സൂറൻ ജദീദ്, മാത്രമല്ല പുതിയ എന്തായിരുന്നു രൂപമായിരുന്ന കവിതയിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചത്. മുഅല്ലഖത്തു ഇംറുൽ കൈസി ഖസീദത്തുൻ നളമത്തു ഫി വസ്നി തവീലി വൽ മദീദി വൽ ബസീതി വൽ കാമിൽ. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പാട്ട് പാടില്ലേ? തുടക്കത്തെ വഴി തന്നെ പഠിച്ചാൽ മതി. തവീലും മിനൽ കൈസി അല്ലെ? طويل زهير أمي أوفى بميميا وكامل عند رتبي عبلتي ميميا. ഓക്കെ, ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നീട് പറയും. അപ്പോ തൊവീലാണ് ശരിയായി വരുന്നത്. തൊവീലാണ് മുഅല്ലഖ എന്ന് പറയുന്നത്. ഇംറുൽ കൈസ് ഇദാ റഗിബ റക്കിബ റഹിബ സരിബ. ഏതാണ്? ഇതാ റക്കിബയാണ്. വെരി ഗുഡ്. ലൈസ മിൻ അഅറാദി മുഅല്ലഖത്തു ഇംറുൽ കൈസ്. മുഅല്ലഖ ഇംറുൽ കൈസിന്റെ ഓർമ്മയിൽപ്പെടാത്തത് വസ്ഫു തബിയ പ്രകൃതി വർണ്ണന കവിതകളാണ്. ഓസിൽ ശൃംഗാരമാണ്. ഫഖർ പൊങ്ങച്ചമാണ്. റിസാ വിലാപമാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പെടാത്തത്? യെസ്, വിലാപം എന്നുള്ള സംഭവം അദ്ദേഹത്തിന് ഇല്ല. പൊങ്ങച്ചവും ഒസിലും വസ്ഫുത്തുബിയൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കിഫാ നബിക്ക് മിന്ദിക്കറ ഹബീബിൻ വ മൻസിലി. കിഫ നിങ്ങൾ 2 പേരും വിളിക്കും. നബിക്ക് നമുക്ക് കരയാം. മിന്ദിക്കറ ഹബീബിൻ വ മൻസിലി. തന്റെ കാമുകിയുടെ ഓർമ്മകളാലും അവളുടെ വീടിന്റെ ഓർമ്മകളാലും നമുക്ക് 2 പേരും നിന്ന് കരയാം എന്നുള്ളതാണ്. ഇതിൽ കിഫ എന്ന് പറയുന്നത് ഇതിന്റെ സ്വാഹിബിനോടാണ്. പണ്ട് ജാഹിലിയ കാലഘട്ടം കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ഡി ആണ്. ലിസ ആണ്. ഇവിടെ നമുക്കറിയാം ആരാണ്? ഇംറുൽ കൈസ് ആണ് അല്ലെ? നിങ്ങൾ 2 പേർക്ക് നിൽക്കാം. നബിക്ക് എന്നിട്ട് നമുക്ക് ഹബീബിൻ മനസ്സിലി
എന്താണ് എന്റെ കാമുകിയുടെ ഓർമ്മകളാലും അവളുടെ വീടിനെ കുറിച്ചിട്ടും സിക്കത്തിൽ ലിവ എന്ന് പറയുന്ന പ്രദേശത്തുള്ള, എവിടെയാണ് സിക്കത്തിൽ ലിവ സ്ഥിതി ചെയ്യുന്നത്? ബൈന ദഖൂല് ഹൗമല് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു കവിതയാണ് എന്താണ്? അങ്ങനെ ആയിരുന്നു ഗദാരി എന്ന് വെച്ചാൽ ഇരപിടിയൻ പക്ഷികൾ എന്ന് പറയാണ്. ഓക്കെ, ഇരപിടിക്കുന്ന പക്ഷികൾ എന്ത് ആയിരുന്നു? ഇർത്തമീന അവർ എന്താണ്? കൊത്തി തിന്നുകയായിരുന്നു. കൊത്തി തിന്നുന്നാണ് പറയും. ബിലഹ്മിഹ അവരുടെ മാംസവും കൊഴുപ്പും, വഷഹമീൻ അവരുടെ കൊഴുപ്പവും, എന്താണ്? വഷഹമിൻ കഹദ്ദാബിൻ അവരുടെ എന്താണ്? ആ കൊഴുപ്പിന്റെ കഷ്ണങ്ങൾ എന്ന് പറയുന്നത് ദിംകസിൽ മുഫത്തലി എന്താണ്? ഡമസ്കസിൽ ഉണ്ടായിരുന്ന പട്ടുവസ്ത്രത്തെ പോലെ തോന്നിപ്പിച്ചതുപോലുള്ളതാണ്. ഇവിടെ ഡംകസ് എന്നുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഡിമസ്ക് ആണോ, ബഗ്ദാദ് ആണോ, സിറിയയാണോ, ഇബ്രീസീമാണോ? ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഇബ്രിസീം എന്നുള്ളതാണ്. അപ്പൊ നമുക്കിവിടെ ദംകസ് എന്ന് പറഞ്ഞാൽ നമ്മളോട് എന്താ പറഞ്ഞത്? ഡമാസ്കസിലുള്ള പട്ടുവസ്ത്രത്തെ പോലെ തോന്നി എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശം എന്നറിയോ? ഇബ്രിസീം എന്ന ഒരർത്ഥത്തിലാണ്. പണ്ട് പല ഇതിലുള്ള ബലാവിയായിട്ട് പ്രയോഗിക്കാറുണ്ട്. എന്തായാലും ഡമാസ്കസിലെ പട്ടുവസ്ത്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് വളരെ എന്താണ്? നല്ല പട്ടുവസ്ത്രമായിരുന്നു എന്നുള്ളതാണ്. വളരെ ഹാലിസായിട്ടുള്ള അല്ല ഹരീറുൽ ഹാരിസ് എന്നുള്ളതാണ് ഇബ്രിസി പട്ടുവസ്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയാം. ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, ഇവിടെ ബാലരാമപുരം കൈത്തറികൾ എന്ന് പറയുന്ന ഒരു കൈത്തറിയുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ബാലരാമപുരം കൈത്തറിയിലുള്ള പട്ടുവസ്ത്രങ്ങളാണ്. അപ്പോ പട്ടുവസ്ത്രം എന്നുള്ളത് ബാലരാമപുരം കൈത്തറിയാണ് എന്ന് പറയുന്നത് പോലെ അക്കാലഘട്ടത്തിൽ എന്താണ്? ഈ പട്ടുവസ്ത്രം എന്ന് കേൾക്കുമ്പോൾ എന്താണ്? ഇബ്രീസിയും പട്ടുവസ്ത്രം എന്നുള്ളതാണ്. ഇവിടെ ദംകസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡമാസ്കസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ് ഇബ്രസീം ആണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ومر على القنان من نفيانه فأنزل منه العصم من كل منزل. ومر على القنان من نفيانه അതായത് കുതിര അതിവേഗത്തിൽ മലശിഖരങ്ങൾ കടന്നുപോയപ്പോൾ ഫാൻസല മിൻഹുൽ ഉസ്മു മിൻ കുല്ലി മൻസിലി എന്തായിരുന്നു? അവിടെ ഉണ്ടായിരുന്ന ഫാൻസല ഇറങ്ങി വന്നു, മിൻഹുൽ ഉസ്മി എന്താണ്? മലയിലുണ്ടായിരുന്ന ഉസ്മ എന്ന് പറയുന്ന താമസിക്കുന്ന ആടുകളെ ഒക്കെയാണ് നമ്മള് എന്തെന്ന് പറയുന്നത് ഉസ്മു എന്ന് പറയാറുണ്ട്. അവരെന്തായിരുന്നു? അവരുടെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന അവരുടെ ഈ പ്രദേശത്ത് നിന്നും അവരിറങ്ങി ഓടാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇവിടെ കിന്നാൻ കൊണ്ട് ഉദ്ദേശം എന്താണ്? കനാത്തിൻ ഒരു എന്താണ്? കനാത്തിനാണോ, ഇസ്മുൻ ജബലൻ ഒരു മലയുടെ പേരിനാണോ, റുംഹ് കുന്തത്തിനാണോ, സ്വാഹിബുൽ കനാത്ത് ആ കനാത്തിന്റെ സ്വാഹിബിനാണോ എന്ന് നമ്മൾ ഖിനാൻ എന്ന് പറയുന്നത്? കന്നാൻ അലൽ കന്നാനി അദ്ദേഹം മലയിലൂടെ എന്ത് ചെയ്തിരുന്നു? അദ്ദേഹം പാസ് ചെയ്ത് അദ്ദേഹം പോയ സമയത്ത് അലൽ കന്നാനി മിൻ ഫയാനിഹി എന്താണ് നമ്മൾ പറഞ്ഞത്? അദ്ദേഹം കുതിര എന്ത് ചെയ്തിട്ടുണ്ട്? അതിവേഗത്തിലൂടെ മലനിരകളിൽ നിന്ന് കടന്നുപോയപ്പോൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അവിടെ ഇസ്മു ജബലാണ് എന്ത്? കിന്നാൻ എന്നുള്ളത്. ഇനി വിക്കിരിൻ, വിഫിരിൻ, മുഖബ്ബിരിൻ, മുദബ്ബിരിൻ മഅൻ കജൽമൂദ് സഫരിൻ ഹത്തഹു സീലു മിൻ ഇല്ലി. മുഖറിൻ അതെന്ത് ചെയ്യാറുണ്ട്? ആക്രമിച്ചു പായാറുണ്ട്. അപ്പൊ മുഫറിൻ അത് പിന്നോട്ട് പോകാറുണ്ട്. അപ്പൊ മുഖബ്ബിരിൻ അത് മുന്നോട്ട് വരാറുണ്ട്. അപ്പൊ മുദബ്ബിരിൻ അത് തിരിഞ്ഞും പോകാറുണ്ട്. തിരിഞ്ഞും അത് ഒരേ സമയമാണ് അദ്ദേഹം അത് മുന്നോട്ടും പിന്നോട്ടും ആക്രമിച്ചും ഒക്കെ പായുന്നത്. എങ്ങനെയാണ്? ജൽമൂദിൻ സഖരിൻ ഹത്തഹു സീലു മിൻ ഇല്ലി അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റും?
ഉയർന്ന മലമുകളിൽ നിന്ന് പ്രളയത്തിൽ ഉരുക്കിയിട്ട ഒരു വലിയ പാറക്കല്ല് പോലെ, അതായത് ഇത്ര സ്പീഡിലാണോ പാറക്കല്ല് താഴേക്ക് വന്നത് അതുപോലെയാണ് അതിന്റെ ഒഴുക്ക് എന്ന് പറയുന്നത്. ഇവിടെ കവി എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? നാക്കത്തിനെയാണോ, സൊഹ്റായിനെയാണോ, ഫർസിനെയാണോ, അത്തിലാൽ അവശിഷ്ടങ്ങളെയാണോ? ഒട്ടകത്തെയാണോ, മരുഭൂമിയെയാണോ, കുതിരയെയാണോ, അത്തിലാലിനെയാണോ? അദ്ദേഹത്തിന്റെ കുതിരയെ അദ്ദേഹം വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കവിത അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മറ്റു ചില വരികളാണ് വലൈലൻ കമൗജിൽ ബഹരി അർഹാ സദൂദിഹി അലയ്യാ ബിഅൻവാഇൽ ഉമൂമി ലിയുബ്തലി. അതേപോലെ വമാ ദറഫ്തു ഐനാക ഇല്ലാ ലിതളറുബി ബിസഹ്മിക ഫീ ഇഅ്ശാരിൽ ഖൽബിൽ മുഖത്തലി. അതേപോലെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വരികളാണ് എന്നുള്ളതാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള വരികളാണ്. അടുത്തത് കവിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. തൊറഫത്ത് ബിൻ അൽ അബ്ദി കാന മിൻ കബീലത്തി ബനു ബക്കർ, ബനു തഗ്ലബ്, ബനു മഖ്സൂം, ബനു അസദ്. തൊറഫത്ത് ബിൻ അൽ അബ്ദി ഏത് ഗോത്രക്കാരനാണ് എന്നുള്ളതാണ്. അദ്ദേഹം ബക്കർ ബിൻ വാഇൽ ഗോത്രക്കാരനാണ്. അത് തൊറഫത്ത് ബിൻ അൽ അബ്ദ്. അബു അംർ ബിൻ അൽ അബ്ദ് ബിൻ സുഫിയാൻ ബിൻ ബനി റബീഅത്ത് ബിൻ ബക്കർ ബിൻ വാഇൽ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. വഹുവ മിൻ ഇബ്നുൽ അശ്രീൻ. ഇബ്നുൽ അശ്രീൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ ഒരു അപരനാമം കൂടിയാണ് ഇബ്നുൽ അശ്രീൻ എന്ന് പറയാറുള്ളത്. അതായത് തന്റെ 26-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഓക്കെ, 26-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് അത് ഇബ്നുൽ അശ്രീൻ എന്ന് പറയാറുണ്ട്. ഉലാമുൽ ഖത്തീൽ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഉലാമുൽ ഖത്തീൽ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട് എന്നുള്ളതാണ്. ഖുതില തുറഫത്ത് ബിൻ അബ്ദ് ഫി സാദിസി വൽ അശ്രീന മിൻ ഉംരിഹി. അദ്ദേഹത്തിന്റെ എന്തിട്ടുണ്ട് 26-ാമത്തെ വയസ്സാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത് ജനിക്കുന്നത് മരിക്കുന്നത് ഏത് വർഷങ്ങളിലാണ്? 537, 564, 568, 594, 115, 534, 528, 554. ഓപ്ഷൻ എ ആണ് ശരിയായ വരുന്നത്. അദ്ദേഹം AD 537 ജനിച്ചു, 564 മരിച്ച ഒരു വ്യക്തിയാണ്. അത് തൊറഫത്ത് ബിൻ അബ്ദ്. ഇത് പഠിക്കണം കേട്ടോ. ഇന്നഹു ഹജ അംർ ബിൻ ഹിന്ദ് സാഹിബുൽ ഹിറ വഖുതില ബിസബബിഹി ഫി സാദിസി വൽ അശ്രീന മിൻ ഉംരിഹി. തൊറഫത്ത് ബിൻ അബ്ദ് ആണ് അംർ ബിൻ ഹിന്ദ് രാജാവിനെ ഹിജാബ് ചെയ്തുകൊണ്ട് കവിത പാടുകയും അത് കാരണത്താൽ പിൽക്കാലത്ത് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇനി മുഅല്ലഖ, അദ്ദേഹത്തിന്റെ മുഅല്ലഖയിൽ എത്ര കിസ്മുകളാണ് ഉള്ളത്? 4 വലിയ കിസ്മുകളാണ് ഉള്ളത്. 8 എണ്ണമാണോ അതല്ല 3 എണ്ണമാണോ 7 ആണോ? യെസ്, 3 എണ്ണമാണ് ഉള്ളത്. അത് കിസ്മുൽ ഗസ്ലി ശൃംഗാര കാവ്യങ്ങളാണ് ഒന്ന്. 2 കിസ്മുൽ വസ്ഫി വിശേഷ കാവ്യങ്ങളാണ്. അത് കിസ്മുൽ അഖ്ബാരി ചരിത്ര കാവ്യങ്ങളാണ്. 3 കാവ്യങ്ങളാണ് ആരുടെ കവിതകൾ ഉള്ളത്? സുഹൈർ ബിൻ അബി സലമയുടെ തൊറഫത്ത് ബിൻ അബ്ദിന്റെ കവിതയിൽ ഉണ്ടായിരുന്ന കിസ്മുകൾ എന്ന് പറയുന്നത്. വലൗലാ സലാസുൻ ഹുന്ന ഫി ഈശത്തിൽ ഫതാ വജദ്ദിക ലം അഹ്ഫലി മതാക മഊദി. വലൗല ആയിരുന്നുവെങ്കിൽ സലാസുൻ ഹുന്ന എന്താണ് അവരിൽപ്പെട്ട 3 പേർ ഫി ഈശത്തിൽ ഫതാ ഒരു യുവാവിന്റെ ജീവിതത്തെ, അതായത് ഒരു യുവാവിന്റെ ജീവിതത്തെ മൂല്യമുള്ളതാക്കുന്ന 3 കാര്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ വജദുക സത്യത്തിൽ പറയട്ടെ ലം അഹ്ഫലു മതാക മഊദി. ലം അഹ്ഫലു എന്താണ് ഞാൻ കെയർ ചെയ്യുമായിരുന്നില്ല. എന്താണ് മതാക മഊദി എന്റെ മരണം എപ്പോഴാണ് വരുന്നതെന്ന് എനിക്ക് കാര്യമാക്കുകയില്ല എന്നുള്ളതാണ്. അതായത് ഒരു യുവാവിന്റെ
എന്താണ് ജീവിതത്തെ മൂല്യമാക്കുന്ന 3 കാര്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ മരണം എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് എന്താണ് ഞാൻ കാര്യമാക്കൂല എന്നുള്ളതാണ്. മരണം എപ്പോ വേണമെങ്കിലും വന്നോട്ടെ, പക്ഷെ അതങ്ങനെ ഞാൻ ചിന്തിക്കാത്ത കാരണം 3 കാര്യങ്ങൾ നന്നാക്കി കഴിഞ്ഞാൽ എന്താണ് ഒരു യുവാവിന്റെ ജീവിതത്തെ അത് പൂർത്തിയാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ആരുടെ വരികളാണ്? ഇത് തൊറഫത്തുൽ അബ്ദിന്റെ വരികളാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ മറ്റു വരികളാണ് വലലിമിൻ ദവിൽ ഖുർബ അശദ്ദ മലാലതൻ അലൻ നഫ്സി മൻ വഖഅൽ ഹസ്സാമിൽ മുഹന്നദി. എന്താണ് വലലിമി ദവിൽ ഖുർബ അശദ്ദ മലാലതൻ? എന്താണ് വലലിമി ദവിൽ ഖുർബ? അതായത് സ്വന്തം ബന്ധുക്കൾ ചെയ്യുന്ന അനീതി എന്നുള്ളത്, അക്രമം എന്നുള്ളത്, അശദ്ദ മലാലത്തൻ എന്താണ് വളരെ വലിയ പ്രഹരമാണ്. അലൻ നഫ്സി മിൻ വഖഅൽ ഹസ്സാമിൽ മുഹന്നദി എന്താണ് അശദ്ദ മലാലത്തൻ അലൻ നഫ്സ്, അത് ഹൃദയത്തെ കൂടുതൽ വേദനിപ്പിക്കുന്നുണ്ട്. മിൻ വഖഅൽ ഹസ്സാമിൽ മുഹന്നദി, ഇന്ത്യൻ നിർമ്മിത വാളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു മൂർച്ചയേക്കാളേറെ എന്താണ് മൂർച്ച തോന്നുന്നതാണ് സ്വന്തം അടുത്ത ബന്ധുക്കൾ നമ്മളോട് ചെയ്യുന്ന അനീതി എന്നുള്ളത്. ഇനി നമുക്ക് കാണാൻ പറ്റും ഇന്ത്യൻ നിർമ്മിത വാളിനെ കുറിച്ച് ഹസ്സാമുൽ മുഹന്നദിയെ പറ്റിയുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട്. അന്ന് ഇന്ത്യയിലായിരുന്നു ഏറ്റവും നല്ല വാള് നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഹസ്സാമുൽ മുഹന്നദി എന്ന് പല മുഅല്ലഖ കവിതകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി മറ്റൊരു വരികയാണ് എന്നുള്ളത്. അതായത് നിനക്ക് എന്നിൽ വിധിച്ചിട്ടുള്ള മരണത്തെ തടയാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്നെ വിട്ടേക്കുക. അബാദറുഹ ബിമാ മലക്കത്ത് ഐദി, എന്താണ് അബാദറുഹ, ഞാൻ അതിനെ നേരിടാം. ബിമാ മലക്കത്ത് ഐദി, എന്റെ കൈവശമുള്ള കാര്യങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ അതിനെ നേരിട്ട് കൊള്ളാം. നിങ്ങൾ എന്ത് ചെയ്യുക, എന്നെ വിട്ടേക്കുക. കാരണം എന്താണ്, നിങ്ങൾക്ക് എനിക്ക് വിധിച്ചിട്ടുള്ള മരണത്തെ തടയാനൊന്നും നിങ്ങൾക്ക് കഴിവില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യം നോക്കാം എന്ന് പറഞ്ഞതെന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ വരികളാണ്. കാരണം ഫി ബനി ബക്കറ അംർ ബിൻ ഖുലൈസ് ഫി ബനി തഗലബ് ഇംറുൽ ഖൈസ് ഉമർ ബിൻ അബി റബീഅ ജമീൽ ബുസൈന ഹാരിസ് ബിൻ ഹില്ലിസ. അംർ ബിൻ ഖുലൈസുമിന് എന്താണ് തഗലബ് ഗോത്രത്തിൽ എന്ത് സ്ഥാനമായിരുന്നോ ഉണ്ടായിരുന്നത്, അതേ സ്ഥാനമാണ് ഇദ്ദേഹത്തിന് ബക്കർ ഗോത്രത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആരാണ്? ഹാരിസ് ബിൻ ഹില്ലിസ ആയിരുന്നു എന്നുള്ളതാണ്. ഹാരിസ് ബിൻ ഹില്ലിസ ഏത് വർഷത്തിലാണ് മരിക്കുന്നത്? അദ്ദേഹം 570 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ബക്കർ ബിൻ ഹാരിസ് ബിൻ, അദ്ദേഹത്തിന്റെ പൂർണ്ണ എന്താണ് അദ്ദേഹത്തെ ഗോത്രം എന്ന് പറയുന്നത് ബക്കർ ബിൻ വായിലെ ഗോത്രക്കാരനാണ് ഈ ഹാരിസ് ബിൻ ഹില്ലിസ എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം അംർ ബിൻ ഹിന്ദ് രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ മുഅല്ലഖ രചിച്ചത്. മാത്രമല്ല അദ്ദേഹം ഫഖറിൽ പ്രശസ്തനായ ഒരു കവി കൂടിയാണ്. ആര്? ഹാരിസ് ബിൻ ഹില്ലിസ. അഫ്ഖർ ബിൻ ഹാരിസ് ബിൻ ഹില്ലിസ എന്നുള്ള കൗല് പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നല്ലമ ഹാരിസ് ബിൻ ഹില്ലിസ മുഅല്ലഖത്തുഹു ബി ഹദറത്ത് ഡേഷ് അൽ മലിക് ഡേഷ് യത്ലബു ബിഹാ അത്ഫിഹി വഇല്ലാഹു. അതായത് മുഅല്ലഖ അദ്ദേഹം രചിക്കുന്നത് താഴെ പറയപ്പെട്ട ഹിന്ദിയുടെയാണ്, അംർ ബിൻ ഹിന്ദ് രാജാവിന്റെയാണ്, ബക്കർ ബിൻ ഹിന്ദിന്റെയാണ്, അബൈദ് ബിൻ ഹിന്ദിന്റെ ഏതോ ഒരു രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം രചിക്കുന്നത്. അതിലൂടെ അദ്ദേഹം ആവശ്യപ്പെടുന്ന അദ്ദേഹത്തിന്റെ എന്താണ് അത്ഫും റിലായൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോ പറഞ്ഞു വെച്ചതേ ഉള്ളൂ, അംർ ബിൻ ഹിന്ദ് രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം രചിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുഅല്ലഖ എന്ന് പറയുന്നത് ഖഫീഫ് ബഹറിലെ 85 വരികളാണ് ഉള്ളത്. എന്ന് പറയുന്ന കവിതകൾ പാടിയതാരാണ്? എല്ലാവരും പാടിയത് അതാണ്. ഞങ്ങളെ അറിയിച്ച് ബിബൈനിഹ, ഞങ്ങൾക്കിടയിലുള്ള അസ്മാ എന്ന് പറയുന്ന തന്റെ പ്രിയതമയെ പറ്റി. റുബസാവിൻ യമില്ലുമിൻ ഹുസബാവ്, ഒരിടത്ത് കഥയ കാലഘട്ടം ജീവിക്കുക എന്ന് പറഞ്ഞ എത്രത്തോളം എന്താണ് ഒരു മടുപ്പുണ്ടാകുന്ന കാര്യമാണ് എന്നുള്ളതാണ്. ഇത് ആരുടെ വരികളാണെന്ന് വെച്ചാല്
ഹാരിസ് ബിൻ ഹില്ലിസയുടെ മുഅല്ലഖയുടെ തുടക്കമാണ് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി വരുന്നത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. ശുക്രൻ ജസീലൻ ലിഹുസ്നി ഇസ്തിമാഇക്കും വബാറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി